നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എവിടെ ഏതൊരു സ്ഥലത്തും ഭീകര സംഘടന അല്ലെങ്കിൽ ഭീകര പ്രവർത്തനം നടന്നാലും കേരളത്തിൽ നിന്നൊരു വേര് ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. ആ പറച്ചിൽ ഏകദേശം 80% ശരിയാകാറുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് അടക്കം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠനം പൂർത്തീകരിച്ച ആളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ള മുഹമ്മദ് ആരിഫ് എന്നൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ ചെയ്യുന്നത്. മുഹമ്മദ് ആരിഫ് എന്ന പേരിലുള്ള വിദ്യാർത്ഥിനി MBBS പഠിച്ച് പൂർത്തീകരിച്ചിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു. പക്ഷേ ആ യുവാവ് ഇപ്പോഴും കോഴിക്കോടാണ് ഉള്ളത്, ഇപ്പോഴും ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ പലരും തങ്ങളെ വിളിക്കുന്നുണ്ടെന്നും പലരും തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും ആ യുവാവിന്റെ മാതാവ് തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യുവാവ് ആത്മഹത്യാ വക്കിലാണ് നടക്കമുള്ള വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ തന്നെ അതിനൊരു വിശദീകരണം കൊണ്ടുവന്നിരിക്കുകയാണ്. ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ല എന്നതിന് സ്ഥിരീകരണം. 15 കൊല്ലത്തെ MBBS വിദ്യാർത്ഥികളുടെ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇക്കാര്യം ഉറപ്പിച്ചു. അറസ്റ്റിലായ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് സ്വദേശിയായ ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് കാൺപൂരിലാണ്, കേരളത്തിൽ പഠിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ഇതേ പേരുകാരൻ പഠിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഇപ്പോഴും ജോലി ചെയ്യുകയാണ് ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഒന്നും തന്നെ ഇല്ല. മാന്യനായ ഈ വിദ്യാർത്ഥിയുടെ ചിത്രം പല മാധ്യമങ്ങളും തെറ്റായി നൽകിയിട്ടുണ്ട്. ഇതോടെ അതീവ ഗുരുതര സംഘർഷത്തിലേക്ക് ഈ ഡോക്ടർ പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികാരികൾ ഈ ഡോക്ടറെ ബന്ധപ്പെടുകയും ചെയ്തുവെന്നും പിഴവ് പുറം ലോകത്തെ അറിയിക്കുമെന്നും വിശദീകരിച്ചു. അതിനുശേഷമാണ് ഡോക്ടർക്ക് ആശ്വാസം വീണത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും തന്റെ ചിത്രം തീവ്രവാദിയുടേതായി പ്രചരിച്ചതോടുകൂടി അതീവ മാനസിക സംഘർഷത്തിലേക്ക് തിരുവനന്തപുരത്ത് പഠിച്ച അതേ പേരുകാരൻ എത്തി. ഫോൺ പോലും ഓഫ് ചെയ്ത് മാറി നിന്നു. പിന്നീട് മുമ്പ് പഠിപ്പിച്ച അധ്യാപകർ ഈ വ്യക്തിയെ പലതരത്തിൽ ബന്ധപ്പെട്ടു. ഭയക്കേണ്ടതില്ലെന്നും കാര്യങ്ങളെല്ലാം സർക്കാരിനെ അറിയിച്ചെന്നും വിശദീകരിച്ചു. ഇതോടെയാണ് മാനസിക സംഘർഷത്തിൽ നിന്നും ആ വ്യക്തി മുക്തി നേടിയത്. ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് തീവ്രവാദ കേസിൽ അറസ്റ്റിലായ വ്യക്തി തിരുവനന്തപുരത്ത് പഠിച്ചെന്ന തെറ്റായ വാർത്ത നൽകിയത്. പിന്നീട് ഇത് മലയാള മാധ്യമത്തിലും എത്തി. ഇതിനൊപ്പം പ്രചരിച്ച ചിത്രവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. തിരുവനന്തപുരത്ത് പഠിച്ച ആരും ഈ കേസിൽ പെട്ടിട്ടില്ല എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണവും ഇപ്പോൾ പുറത്തു വരികയാണ്. UP കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡൻസ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ്. ഇയാൾ MBBS പഠിച്ചത് തിരുവനന്തപുരത്താണെന്നായിരുന്നു തെറ്റായ വാർത്ത പുറത്തു വന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിഷയം പരിശോധിച്ചു. അപ്പോഴാണ് വസ്തുത തെളിഞ്ഞത്. ജമ്മു കാശ്മീരിലെ ആനന്ദ്നാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ലെന്നും വ്യക്തമായി. കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും NIA അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ കണ്ടെത്തി. ഇതിനിടയിലാണ് ഈ വാർത്ത തെറ്റാണ് എന്ന നിഗമനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കാൺപൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നാണ് വെച്ചാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ദേശീയ അന്വേഷണ ഏജൻസിയും ആരിഫിനെ കസ്റ്റഡിയിലെടുത്തത്. ഫരീദാബാദ് വൈറ്റ് കളർ ഭീകരവാദ മൊഡ്യൂളിന്റെ ഭാഗമായാണ് ആരിഫ് എന്നയാൾ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആരിഫിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സേനയുടെ പിടിയിലാകുമ്പോൾ ആരിഫ് ഉത്തർപ്രദേശിൽ കാൺപൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജായ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയലിന്റെ കാർഡിയോളജി വിഭാഗത്തിന്റെ സീനിയർ റെസിഡന്റ് ഡോക്ടറായിരുന്നു.